നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് ഗോളം എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ 96 സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. പുതുതായി കാണുന്നവർ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗോളം സംവിധാനം ചെയ്തിരിക്കുന്നത് സംജാതാണ്. പ്രവീൺ വിശ്വനാഥും സംജാതും ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. വിടെക് സൊല്യൂഷൻ എന്ന IT കമ്പനിയുടെ MD ഐസക് ജോൺ അയാളുടെ ഓഫീസിലെ ബാത്റൂമിൽ തെന്നി വീണ് മരണപ്പെടുന്നു. ഒറ്റനോട്ടത്തിൽ ഒരു സ്വാഭാവിക മരണമായി കണ്ടെത്താവുന്ന ആ കേസിൽ ഒരു ക്രൈം ഒളിഞ്ഞിരിക്കുന്നതായി ബോഡി അന്വേഷണത്തിന് വന്ന ACP സന്ദീപ് കൃഷ്ണന് തോന്നുകയാണ്. ആ ഓഫീസിലെ ആരോ ഒരാൾക്ക് ആ മരണവുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച അയാൾ അവരെ ആരെയും പുറത്തുവിടാൻ അനുവദിക്കുന്നില്ല. അയാളുടെ കൂടെ അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥർ, പ്രധാനമായും അലൻസിയർ അവതരിപ്പിക്കുന്ന റഹീമിന്, ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ പെട്ടെന്ന് തീർക്കുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ തുടർന്ന് ഒരു ഒറ്റയാൾ അന്വേഷണത്തിനാണ് സന്ദീപ് കൃഷ്ണൻ മുതിരുന്നത്. ഒരു വ്യക്തിയുടെ അപകടമരണം അന്വേഷിച്ച് പുറപ്പെട്ട അയാൾ ചെന്നെത്തുന്നത് ഇന്ത്യയോ അല്ലെങ്കിൽ ലോകത്തെ തന്നെയോ നശിപ്പിക്കാൻ കരുത്തുള്ള ചില ആൾക്കാരിലേക്കാണ്. കെട്ടുറപ്പുള്ള തിരക്കഥയാണ് ഗോളത്തിനുള്ളത്. ഇതൊരു ഓഫീസ് പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു മൂവിയാണ്. ക്ലൈമാക്സിലെ ചില രംഗങ്ങളിലൊഴികെ പൂർണ്ണമായും ഇൻഡോർ ഷൂട്ടിംഗ് ആണ് ഇതിനുള്ളത്. അത് പക്ഷേ ബോറടിപ്പിക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം. ഇതേ പശ്ചാത്തലത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മൂവി OTTയിൽ കണ്ടിരുന്നു. ബാങ്കിങ് അവേഴ്സ്. K. മധു സംവിധാനം ചെയ്ത ബാങ്കിങ് അവേഴ്സ് 2012 പുറത്തിറങ്ങിയതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഈ ഗോളത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് E. വിജയാണ്. എബി സൽവിൻ തോമസിൻ്റേതാണ് മ്യൂസിക്. ASP സന്ദീപ് കൃഷ്ണനായി എത്തുന്നത് രഞ്ജിത്ത് സജീവാണ്. ചിന്നു ചാന്ദിനി, ദിലീഷ് പോത്തൻ, സെബാസ്റ്റ്യൻ എന്ന വേഷം ചെയ്തയാൾ അയാൾ തന്നെയാണ് ഇതിൻ്റെ തിരക്കഥാകൃത്ത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവരൊക്കെ പ്രകടനത്തിൽ മികച്ചു നിന്നു. ഒട്ടുമിക്ക താരങ്ങളും പുതുമുഖങ്ങളായിരുന്നു. പക്ഷേ ആരും തന്നെ അഭിനയത്തിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. ഓഫീസിലെ പ്യൂണായി വന്ന ചേച്ചിയെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിക്കാരി കൊണ്ടു നടക്കുന്ന വാക്വം ക്ലീനർ, അതിൻ്റെ ചില സീൻസൊക്കെ വളരെയധികം നന്നായിരുന്നു. ഡോറിൻ്റെ ലോക്ക് അഴിക്കാൻ വരുന്ന ഒരു ചേട്ടനെ കാണിക്കുന്നുണ്ട്. ആ സീനൊക്കെ വളരെ നന്നായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രേക്ഷകന് സ്വാഭാവികമായി തോന്നുന്ന സംശയങ്ങളൊക്കെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. എങ്കിലും ഇത്രയും ശക്തനായ ഒരു MD അയാളുടെ ഓഫീസിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകളുടെ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധാലു ആയിരിക്കില്ലേ എന്നൊരു സംശയം സിനിമ കഴിഞ്ഞപ്പോൾ ബാക്കി വന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ക്ലൈമാക്സിൻ്റെ ഭാഗത്ത് ഒരു അവ്യക്തത വന്നതായി ചില FB പോസ്റ്റുകളൊക്കെ കണ്ടു. അത് പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ചില ലീഡുകളായതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അതിൽ അവ്യക്തതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മുഴുവൻ സമയം സീരിയസ് ആയി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സന്ദീപ് കൃഷ്ണൻ. ആ ഒരു ക്യാരക്ടർ, ആ കഥ ആവശ്യപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെങ്കിലും ചില സമയത്തെങ്കിലും ഇദ്ദേഹത്തിനൊന്ന് കുറച്ച് സമയമെങ്കിലും ഒന്ന് ഫ്രീ ആയി നിന്നുകൂടായിരുന്നോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സിദ്ദിഖ് ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ പ്രസൻസ് ഈ സിനിമയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും എനിക്കൊരു ഒട്ടും നിരാശ നൽകാത്തൊരു സിനിമയാണ്. ത്രില്ലർ പ്രേമികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഈ അടുത്ത നാളിൽ ഒരുപാട് ചർച്ചകൾ വരുന്നൊരു സംഭവമാണ്. സിനിമ എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയുള്ളതല്ലേ, അതിനകത്തുനിന്നൊരു മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം, 2.5 മണിക്കൂർ നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ളത് മാത്രമല്ലേ സിനിമ എന്നൊക്കെ. അത് ശരിയാണ്. ശരിക്കും നമ്മൾ വളരെയധികം ടെൻഷനിലിരിക്കുന്ന സമയത്ത് നമുക്കൊരു 2.5 മണിക്കൂർ ഫ്രീ ആയിട്ട് കണ്ട് ഇറങ്ങി പോരാനുള്ളൊരു മാധ്യമം അല്ലെങ്കിൽ പലതരം മാധ്യമങ്ങളിലൊന്നാണ് സിനിമ. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരു കല കൂടിയാണല്ലോ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടാനും മാറ്റങ്ങൾ ഉണ്ടാക്കാനും സ്വാധീനമുള്ള പലതരം കലകളിൽ ഒന്നാണ് സിനിമ. അതിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയും. അതിൻ്റെ ഒരു ധർമ്മം ഈ സിനിമ നിർവഹിക്കുന്നുണ്ട്. സാധാരണക്കാരായ മനുഷ്യരെപ്പോഴും കോർപ്പറേറ്റുകളുടെ വേട്ടമൃഗങ്ങളാണ്. ചിലപ്പോഴെങ്കിലും അതിനെതിരെ ഒറ്റയാൾ പോരാട്ടമോ അല്ലെങ്കിൽ കൂട്ടായ ഒരു പരിശ്രമമോ അതിനെതിരെ നടത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ആക്ഷനും ഫാൻറ്റസിയും ഫീൽ ഗുഡും കോമഡിയും അങ്ങനെ എല്ലാത്തരം ജോണറുകൾക്കും വമ്പിച്ച സ്വീകാര്യതയുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ 2.5 മണിക്കൂർ ആസ്വാദനത്തിന് അപ്പുറത്തേക്ക് ചിന്തിപ്പിക്കാനുള്ള കണ്ടൻറ്റ് തരുന്ന സിനിമകളും ഇവിടെ ഉണ്ടാവണം. അത് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇനി വരികയും ചെയ്യും. ഇനി ഇതേ തീം മറ്റൊരു തരത്തിൽ പറയുന്ന ഒരു നോവലാണ് C. രാധാകൃഷ്ണൻ്റെ സ്വയംവരം. പേര് കേട്ടിട്ട് അതൊരു പഴഞ്ച നോവലാണെന്നൊന്നും വിചാരിക്കേണ്ട. ഭൂമിയും കഴിഞ്ഞ് അങ്ങ് ബഹിരാകാശത്ത് നടക്കുന്ന ക്രൈമാണ് ഇതിൻ്റെ ഒരു വിഷയം. ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന അതേ വിഷയം തന്നെയാണ് ഈ നോവലിൻ്റെയും ഒരു വിഷയം. എനിക്കത് നല്ല മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ത്രില്ലർ നോവലുകൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് നല്ലൊരു അനുഭവമായിരിക്കും.
വായിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. മലയാള മനോരമ പബ്ലിക്കേഷനാണത് പുറത്തിറക്കിയിരിക്കുന്നത്. 220 രൂപയേ വിലയുള്ളൂ. അപ്പോൾ ഗോളം സിനിമയെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സിനിമയുമായിട്ട് പിന്നീട് വരാം.